ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ടും ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, ദുൽഹിജ്ജ മാസം പിറന്നു കഴിഞ്ഞാൽ പിന്നെ അറഫയുടെ ദിവസം വരേക്കുമുള്ള ദിവസങ്ങൾ, അതിലെല്ലാ ദിവസവും നോമ്പെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അൽ അമലു സ്സാലിഹു ഫീഹിൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അതുപോലെ തന്നെ അഅ്ദമ ഇൻദല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള, അതുപോലെ തന്നെ ഈ 10 ദിവസങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ പക്കൽ ശ്രേഷ്ഠമായ അമലു സ്വാലിഹാത്തുകൾക്ക് പ്രാധാന്യമുള്ള മറ്റു ദിവസങ്ങളില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളാണ്. ആ ആദ്യത്തെ 10 ദിവസത്തിൽ നമുക്കറിയാം, പെരുന്നാളിൻ്റെ ദിവസങ്ങൾ നോമ്പെടുക്കൽ നിഷിദ്ധമായ ദിവസമാണ്. എന്നാൽ ബാക്കി അറഫ വരേക്കുമുള്ള ദിവസം നോമ്പെടുക്കുന്നവർക്ക് നോമ്പെടുക്കാവുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമായി അമലു സ്വാലിഹാത്ത് എന്ന് പറയുകയും പ്രത്യേകമായി ഏതെങ്കിലും ഒരു കർമ്മത്തെ നിശ്ചയിച്ച് പറയുകയും ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. അതായത് പൊതുവായി അമലു സ്വാലിഹാത്തുകളെല്ലാം വർദ്ധിപ്പിക്കാമെന്നർത്ഥം. അപ്പോൾ സുന്നത്ത് നോമ്പുകൾ എടുക്കാം, നിരുപാധികമുള്ള സുന്നത്ത് നോമ്പുകൾ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, ദിക്റുകൾ. ഏറ്റവും സുപ്രധാനം, പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്, തക്ബീർ ആരംഭിച്ചു. ദുൽഹിജ്ജ മാസം തുടങ്ങിയാൽ എന്ത് തുടങ്ങി? തക്ബീറിൻ്റെ സമയം തുടങ്ങി. പെരുന്നാളിൻ്റെ അന്ന് മാത്രമല്ല, പെരുന്നാളിന് മാസം കണ്ടിട്ട് തക്ബീർ ആരംഭിക്കൽ ഏതിനാ? ഈദുൽ ഫിത്ർ. എന്നാൽ ഈദുൽ അദ്ഹയുടെ സമയത്ത് ദുൽഹിജ്ജ മാസം പിറന്നാൽ തക്ബീറിൻ്റെ സമയം ആരംഭിച്ചു. തക്ബീറുൽ മുത്ലഖ്, നിരുപാധികമുള്ള തക്ബീർ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അഹബ്ബ ഇലല്ലാഹി മാ മിൻ യൗമിൻ അഅ്ദമ ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, فأكثروا فيهن من التهليل والتحميد والتكبير. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ തക്ബീറും തഹ്മീദും തഹ്ലീലും വർദ്ധിപ്പിക്കുക. തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, തഹ്മീദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, തഹ്ലീൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് മൂന്നും വരുന്നതാണെന്ത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോൾ ധാരാളമായി നമ്മൾ തക്ബീർ ചൊല്ലുക. അപ്പോൾ വാഹനത്തിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ തക്ബീറുകൾ ധാരാളമായി ചൊല്ലേണ്ട സമയമാണ് എന്നർത്ഥം. അപ്പോൾ ദുൽഹിജ്ജ മാസം ആരംഭിച്ചതോടുകൂടി അതിൽ അമലു സ്വാലിഹാത്തുകൾ എന്നതിൽ പൊതുവായി നോമ്പും ഉൾപ്പെടുന്നു എന്നർത്ഥം. എന്നാൽ സ്പെസിഫിക്കായി ഇന്ന ദിവസം നോമ്പെടുക്കുക എന്ന് പ്രത്യേകമായി പരാമർശിക്കപ്പെട്ടത് യൗമു അറഫ ആണ്. സൗമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത്തല്ലതി ഖബ്ലഹു വസനത്തല്ലതി ബഅദഹു. കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും പാപങ്ങൾ അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന നോമ്പാണ് ഇത്, അറഫയുടെ നോമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഇതാണ് അതിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ടുള്ളത്. വല്ലാഹു തആല ആലം. പിന്നുള്ളത്, ഒരാൾ ദുൽഹിജ്ജ മാസം പിറന്നു കഴിഞ്ഞാൽ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവനാണെങ്കിൽ അയാളുടെ
മുടിയോ നഖമോ നീക്കം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതായ ഹദീസ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒന്ന്, ഗൃഹനാഥ് അഥവാ ഉദ്ഹയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന വ്യക്തി, അയാൾ ചിലപ്പോൾ അയാൾക്കും അയാളുടെ കുടുംബത്തിനും വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഉദ്ഹയ്യത്ത് കർമ്മം നിർവഹിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരങ്ങൾക്കുള്ള സംശയം, അയാൾ മാത്രം ഈ നഖവും മുടിയൊക്കെ എടുക്കാതിരുന്നാൽ മതിയോ, അല്ല കുടുംബം മൊത്തം എടുക്കാതിരിക്കണമെന്ന്. ആരാണോ ഉദ്ഹയ്യത്ത് കർമ്മം നിയ്യത്താക്കിയത് അയാൾക്കും അയാൾക്ക് വേണ്ടപ്പെട്ട ആരെയാണോ അയാൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടിയും അയാൾക്ക് നിയ്യത്താക്കാം. പക്ഷെ ആ കർമ്മം ചെയ്യണമെന്ന് നിയ്യത്താക്കിയത് ആരാണോ അവർക്കാണ് അത് ബാധകമാവുന്നത്. കുടുംബത്തിനത് ബാധകമാവുന്നില്ല. കുടുംബത്തിന് ആ ബാധ്യത നിറവേറപ്പെടും. ഇപ്പോൾ ഒരു വീട്ടിലെ ഗൃഹനാഥൻ ആ കർമ്മം നിർവഹിക്കുന്നുണ്ടെങ്കിൽ, അതാണ് നമ്മൾ ഖുത്ബയിൽ സൂചിപ്പിച്ച അബൂ അയ്യൂബിൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉദ്ഹിയ്യത്ത് അറുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാന അർറജുലു യുദ്ഹി ബിശ്ശാ അൻഹു വഅൻ അഹ്ലി ബൈത്തി, തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി എന്ന രൂപത്തിൽ ഒരാടിനെ ഒരാൾ അറുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗൃഹനാഥൻ ബലിയറുക്കുകയാണെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് അറുക്കാം, അതവർക്ക് മതിയാകുന്നതാണ്. എന്നാൽ നഖമെടുക്കുക, മുടിയെടുക്കുക എന്നത് നിഷിദ്ധമാകുന്നത് ആർക്കാണ്? ആ കർമ്മം നിർവഹിക്കുന്ന ആരാണോ അതിന് പണം മുടക്കി ആ മൃഗത്തെ വാങ്ങി ആ കർമ്മം നിറവേറ്റുന്നത് ആ വ്യക്തിക്കാണ് എന്നർത്ഥം. ഇനി കുറേ സഹോദരങ്ങൾ ചോദിച്ചൊരു ചോദ്യം എന്താ വെച്ചാൽ, അൽഹംദുലില്ലാഹ് നല്ലൊരു ചോദ്യമാണ്. അതായത് പുരുഷന്മാരധികം ആൾക്കാരും അൽഹംദുലില്ലാഹ് കഴിവുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും ഉദ്ഹിയ്യത്ത് അറക്കും. എന്നാൽ വീട്ടിലുള്ള സ്ത്രീകൾക്കും ആഗ്രഹം ഉണ്ടാവും, എന്ത്, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അവർക്ക് ഉദ്ഹിയ്യത്ത് അറക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അറക്കാൻ പറ്റുമോ? സ്ത്രീകൾക്ക് ഉദ്ഹിയ്യത്തുണ്ടോ? സ്ത്രീകൾക്കുണ്ട്. പുരുഷന് മാത്രമുള്ള കർമ്മമല്ല ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. സ്ത്രീകൾക്കും എന്ത് ചെയ്യാം? ഉദ്ഹിയ്യത്ത് അറുക്കാം. ബലികർമ്മത്തിൻ്റെ പ്രതിഫലം അവർക്കും ലഭിക്കുന്നതാണ്. സ്ത്രീകൾക്കും സഹാബ വനിതകൾ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഉദ്ഹിയ്യത്ത് അറുക്കൽ അവർക്ക് കൂടിയുള്ളതാണ്, അവർക്കും അറക്കാം. എന്നാൽ ഒരു വീട്ടിലെ ഗൃഹനാഥൻ അറക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് മതിയാകുന്നതാണ്. അവരുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും. ആ ഒരു കർമ്മം നിർവഹിച്ചൊരു സംതൃപ്തിയും ഒരു സന്തോഷവും അതുപോലെ തന്നെ അതിൻ്റെ പ്രതിഫലവും അവർക്കും കിട്ടുന്നർത്ഥം. അവർക്ക് ഉദ്ഹിയ്യത്ത് അറക്കുന്നതിൽ എന്തെങ്കിലും വിലക്കോ കാര്യങ്ങളോ ഇല്ല. സ്ത്രീകൾക്കും ഉദ്ഹിയ്യത്ത് അറുക്കാവുന്നതാണ് എന്നർത്ഥം. പിന്നെ വന്നിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉദ്ഹിയ്യത്തിന് വേണ്ടിയുള്ള മൃഗത്തെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ഉദ്ഹിയ്യത്ത് കർമ്മത്തിന് വേണ്ടിയുള്ള മൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അസ്സിൻ, അതിൻ്റെ പ്രായം. രണ്ടാമത്തത് അസ്സലാമ, അഥവാ അതിന് ന്യൂനതകളില്ല എന്നുള്ളത്. ന്യൂനത എന്ന് പറഞ്ഞാൽ ഉദ്ഹിയ്യത്തിനെ ബാധിക്കുന്ന ന്യൂനത ഇല്ല എന്നുള്ളത്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. ഈ രണ്ട് നിബന്ധനകൾ ഉറപ്പാക്കണം. പ്രായം എന്ന് പറയുന്നതാണ് ഒട്ടകത്തിന് 5 വയസ്സ്, മാട് വർഗത്തിൽപ്പെട്ടവയാണെങ്കിൽ 2 വയസ്സ്, ആട് വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ് രണ്ടാമത്തേതിലേക്ക് കടന്നത്, 1 വയസ്സ് പൂർത്തിയായ ആട്. അതിൽ 1 വയസ്സ് പൂർത്തിയായ ആടിനെ കിട്ടിയില്ലെങ്കിൽ 6 മാസം ചെന്ന ചെമ്മരിയാടിനെ ബലിയറുക്കാൻ അനുവാദമുണ്ട്. ജദഅത്തും മിനദ് ദഅൻ, അത് ചെമ്മരിയാടിന് മാത്രമുള്ളതാണ്, ദഅനിൽപ്പെട്ടതിന്. അത് നമ്മളുടെ നാട്ടിലെ സാധാരണ കോലാടിന് 1 വയസ്സ് തികയാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റുകയില്ല. ഇനി ഉദ്ഹിയ്യത്ത് കർമ്മത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ആണായ മൃഗം തന്നെയാകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അത് ആണോ പെണ്ണോ എന്ത് ചെയ്യാം? അറുക്കാവുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്ത വേളയിൽ കബിഷ് അഥവാ ആണാടിനെയായിരുന്നു അറുക്കാൻ തിരഞ്ഞെടുത്തതെന്ന് മാത്രം. പക്ഷേ ഏതിനെയും അറുക്കാവുന്നതാണ്. എന്നാൽ പൊതുവെ ആളുകൾ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത് ഏതിനാണ്? ആടിനെ അല്ലെങ്കിൽ ആൺ വർഗത്തിൽപ്പെട്ടവയെയാണ്. ബാക്കിയുള്ളതിനെ കൂടുതൽ എന്തിനു വെക്കും?
അതിൻ്റെ പാലിന് അല്ലെങ്കിൽ സന്താനോൽപാദനത്തിനൊക്കെ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കൂടുതലും ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിൽ ഈ മൃഗം ആണായിരിക്കണം എന്ന് നിർബന്ധമില്ല. എന്നാൽ മൃഗങ്ങളിൽ ആളുകൾ നന്നായി കാണുന്നത് ഏതും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നല്ല മൃഗമായി കാണുന്നത് എല്ലാം നല്ലതാണ്. അതായത് എത്രത്തോളം ഒരാൾക്ക് അത് നന്നാവാൻ പറ്റുമോ അത്രത്തോളം അയാൾക്ക് എന്ത് കിട്ടും, അതിനുള്ള പ്രതിഫലം അയാൾക്ക് ലഭിക്കും എന്നർത്ഥം. ഇനി അതിൻ്റെ ന്യൂനത എന്ന് പറയുന്നത് ഒന്ന് പ്രകടമായ മുടന്തുള്ളത്, പ്രകടമായ മുടന്ത്. അതുപോലെ തന്നെ അൽ ഔറാഉൽ ബയ്യിനു ഔറുഹ, കണ്ണിന് കാഴ്ച പരിമിതിയുള്ളത്. അതുപോലെ തന്നെ അൽ മരീദത്തുൽ ബയ്യിനു മറദുഹ, പ്രത്യക്ഷമായ രോഗിയായ പ്രകടമായ രോഗമുള്ള മൃഗം. ഇങ്ങനെയുള്ള മൃഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മെലിഞ്ഞുണങ്ങിയിട്ട് ആർക്കും വേണ്ടാത്ത, അല്ലെങ്കിൽ പ്രായം വർദ്ധിച്ച് മൂത്തുപോയ ആർക്കും വേണ്ടാത്ത രൂപത്തിലുള്ള മൃഗം. ഒരാളടുത്ത് അതേ ഉള്ളൂ, മറ്റു മൃഗങ്ങളിൽ അയാൾക്ക് അതേ കഴിയുള്ളൂ, അയാളടുത്ത് അതേ ഉള്ളൂ, അയാളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള മൃഗത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, അറുക്കാൻ പറ്റുകയില്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണിയുടച്ച മൃഗം എന്ന് പറയും, അതായത് അതിൻ്റെ വന്ധ്യത വരുത്തിയ മൃഗം, അതിനെ അറുക്കാൻ പറ്റും, അതിനെ അറുക്കാം. കാരണം അത് എന്തല്ല, മൃഗത്തിൻ്റെ ന്യൂനത അല്ല, മൃഗത്തിൻ്റെ ന്യൂനത അല്ല. മാംസം നന്നാവാൻ വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട ന്യൂനതകളൊക്കെ മാംസത്തെ കേടുവരുത്തുന്നതോ അല്ലെങ്കിൽ മാംസം കുറയാൻ ഇടവരുന്നതോ ആയ ന്യൂനതയാണ്. കാരണം മുടന്തുള്ള മൃഗം മുടന്തില്ലാത്ത മൃഗത്തിൻ്റെ കൂടെ തീറ്റ എടുക്കില്ല, അതായത് അതിൻ്റെ കൂടെ തീറ്റയ്ക്ക് എത്തൂല. തിന്നാൻ വേണ്ടി പോകുമ്പോൾ മറ്റുള്ള മൃഗത്തിൻ്റെ ഒപ്പം ഈ മൃഗം എത്തൂല. അതേപോലെ തന്നെ കാഴ്ച പരിമിതി ഉള്ളത്, മറ്റുള്ള മൃഗം കഴിക്കുന്ന പോലെ കഴിക്കാൻ അതിന് കഴിയൂല. അതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മെലിഞ്ഞുണങ്ങിയത്. അപ്പോൾ ഇതൊക്കെ മാംസത്തിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള ന്യൂനതകളാണെന്ന് അർത്ഥം. അത്തരം ന്യൂനതകളാണ് ഒഴിവാകേണ്ടത്. അതേപോലെ ഇപ്പോൾ ചെവിക്കൊക്കെ ചിലപ്പോൾ അടയാളം വെക്കും, ആ അടയാളത്തിന് ചെറിയ തുള ഉണ്ടാവും, അതിന് കുഴപ്പമുണ്ടോ? അതിന് കുഴപ്പമില്ല. കാരണം എന്താ, ആളുകൾ അത് ന്യൂനതയായി കാണാറില്ല. എന്നാൽ ചെവി അറ്റുപോയത്, അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗം അറ്റുപോയത്, അത് നമ്മൾ ഒരു മൃഗത്തെ കാണുമ്പോൾ തന്നെ ആളുകൾ ഒരു ന്യൂനതയായി കാണുന്ന കാര്യമാണ്, അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ ഒരാൾ ന്യൂനത ഒക്കെ ഒഴിവാക്കിയിട്ട് അയാൾ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടായാൽ എന്ത് ബാധകമല്ല, അതിനത് ബാധകമല്ല, അയാൾക്ക് ആ മൃഗത്തെ അറുക്കാവുന്നതാണ് എന്നർത്ഥം. അതുപോലെ തന്നെ അല്ലാഹു അഅലം, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നാട്ടിലൊക്കെ പ്രത്യേകിച്ചും ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ വരുന്ന രണ്ട് വലിയ മിസ്റ്റേക്ക്. ഒന്ന്, ഉദ്ഹിയ്യത്ത് മൃഗത്തിൻ്റെ തോല് കൂലിയിലേക്ക് എടുക്കുക. എന്നാൽ അത് തെറ്റാണ്. ഉദ്ഹിയ്യത്ത് മൃഗത്തിൻ്റെ ഒന്നും കൂലിക്ക് ബദലായി നൽകാൻ പാടില്ല. വല്ലാ യുഅ്തൽ ജസ്സാറ മിൻഹാ ഷൈഅൻ, അറുക്കുന്ന ആൾക്ക് അതിൽ നിന്നൊന്നും കൂലിയായി നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിരുന്നില്ല. അയാൾ പാവപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ സാധാരണ ആർക്കെങ്കിലും കൊടുക്കുന്ന പോലെ അയാൾക്കും വേണമെങ്കിൽ ഇറച്ചി, അയാളുടെ ആവശ്യത്തിന് ഇറച്ചി കൊടുക്കാം. പക്ഷെ കൂലിയുടെ ഭാഗമായിട്ട് എന്ത് കൊടുക്കാൻ പറ്റില്ല, ഇറച്ചിയോ അല്ലെങ്കിൽ തൊലിയോ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഉദ്ഹിയ്യത്ത് മൃഗത്തിൻ്റെ തൊലി അത് വിറ്റിട്ട് അതിൻ്റെ പൈസ എടുത്തോ, അത് കഴിച്ചിട്ട് ബാക്കിയുള്ള പൈസ ഞാൻ കൂലി തരാമെന്ന് പറയുന്നത് പാടില്ല. മറിച്ച് തോല് വിൽക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളത് വിൽക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന തുക എന്ത് ചെയ്യണം, ദാനം ചെയ്യണം. അതിൽ നിന്ന് ലഭിക്കുന്ന തുക ദാനം ചെയ്യണം. കാരണം ഈ മൃഗത്തെ നമ്മൾ എന്താക്കിയതാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനമായി നമ്മൾ നിയ്യത്താക്കിയ മൃഗമാണ്. ആ മൃഗത്തിൻ്റെ തൊലി വിറ്റ പണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ ദാനമായി നൽകണം. അത് ഈ പറഞ്ഞ ജസ്സാറിന്, ഈ ബലി അറക്കുന്ന ആൾക്കുള്ള കൂലിയായിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു തആല അഅലം. രണ്ടാമത്തെ പ്രശ്നം, മഹല്ലിലോ അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിലോ ഒക്കെ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും,
കൂടിയിട്ട് നമ്മൾ ഷെയർ ഇടും. ചിലപ്പോൾ വീട്ടിൽ തന്നെ കുറേ അംഗങ്ങളുള്ള വീടൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടി നമ്മൾക്ക് കൂടിയിട്ട് ഷെയറായിട്ട് അറക്കാമെന്ന് പറയും. അപ്പോൾ നമ്മൾ ടോട്ടൽ ഷെയർ നോക്കിയപ്പോൾ ചിലപ്പോൾ 10 ഷെയർ ഉണ്ടാവും, ചിലപ്പോൾ 12 ഷെയർ ഉണ്ടാവും, ചിലപ്പോൾ 14 ഷെയർ ഉണ്ടാവും. അപ്പം 14 ഷെയറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു മൃഗത്തിൽ എത്ര ഷെയറേ പാടുള്ളൂ? സുബ അഥവാ 7 പേർക്കാണ് ഒരു മൃഗത്തിൽ ഷെയർ കൂടാൻ പറ്റുക, ആടൊഴികെയുള്ള, അതായത് മാട്, ഒട്ടകം, ഇതിൽ 7 പേർക്ക്. അതാണ് അൽ ബഖറത്ത് അൻ സബഅത്തിൻ വൽ ബദനത്ത് അൻ സബഅത്തിൻ. മാട് വർഗത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഒട്ടക വർഗത്തിൽപ്പെട്ടതോ ആണെങ്കിൽ 7 പേർക്ക് വരെ ചേർന്നിട്ട് അറക്കാം. അങ്ങനെ ചേർന്ന് അറക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിന് നമ്മൾ നിശ്ചയിക്കുന്ന തുക, ഉദാഹരണത്തിന് ആദ്യം നമ്മൾ പറഞ്ഞ 5000 രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച്, എന്നിട്ട് നമ്മൾ പോയിട്ട് 5000 രൂപയാണെങ്കിൽ 7 ഷെയർ വരുമ്പോൾ എത്ര ഉണ്ടാവും ടോട്ടൽ? 35. അപ്പോൾ 35,000 ആണ് ഒരു ഉരുവിന് വില വരേണ്ടത്. ആ 35,000-ൻ്റെ ഉള്ളിൽ എത്രയും ഉള്ള ഉരുവ് നമുക്ക് എന്ത് ചെയ്യാം ആണെങ്കിൽ വാങ്ങാം. നമ്മൾ ടോട്ടല് നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ മഹലിൽ നമ്മൾ ഷെയർ എടുത്തപ്പോൾ 14 ഷെയറാണ് വന്നത്. ഓരോരുത്തർ 5000 രൂപ ഇട്ട് ഒരു ഉരുവിനെ നമ്മൾ പോയിട്ട് നമ്മൾ പോയിട്ട് 30,000-നും വാങ്ങി, ഒരു ഉരുവിനെ 40,000-നും വാങ്ങി. ഒന്നിനെ 30,000-നും വാങ്ങി, ഒന്നിനെ 40,000-നും വാങ്ങി. ഒന്നിൽ എത്ര ഷെയർ ഉണ്ടാവും? 8 ഷെയറും വേറൊന്നിൽ അല്ലേ 6 ഷെയറും വരും. 30,000-ന് ആണ് ഒരു ഉരുവിനെ വാങ്ങിയത്. അപ്പോൾ അതിലെത്ര ഷെയർ കിട്ടും? 5000 രൂപ ഇട്ട ആൾക്കാർക്ക് 6 ഷെയറേ കിട്ടുള്ളൂ. 6 5 30. മറ്റേതിൽ എത്ര ഷെയർ ഉണ്ടാവും? 8 ഷെയർ ഉണ്ടാവും. 8 5 40. 40,000-ന് വാങ്ങിയതിൽ 8 ഷെയറാവും. അപ്പോൾ അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, എത്രയാണോ ഉരുവിന് പൈസ വരുന്നത് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഷെയർ ഇട്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് അതിലേക്ക് കൂടുതൽ വാങ്ങാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങുന്ന ഒരു എത്രയാണോ മാക്സിമം എമൗണ്ട് അതിൻ്റെ ഉള്ളിൽ വാങ്ങാം, അതിൽ കൂടാൻ പറ്റില്ല. അതായത് 7 ഷെയർ 35,000 ആണെങ്കിൽ അതിൽ കൂടുകയാണെങ്കിൽ ആ 7 പേരിൽ നിന്ന് കൂടുതലുള്ള തുക അതിലേക്ക് വാങ്ങണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ഉള്ള മൃഗത്തെ വാങ്ങുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ടോട്ടൽ ചെയ്തിട്ട് റൗണ്ട് ചെയ്യല്ല. ഒരു മൃഗത്തിൽ 8 ഷെയർ, വേറൊരു മൃഗത്തിൽ 6 ഷെയർ, വേറൊരു മൃഗത്തിൽ 5 ഷെയർ, അങ്ങനെ ആക്കാൻ പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്ന കർമ്മം വളരെ സ്പഷ്ടമാണ്. ഒരു മൃഗത്തിൽ 7 ഷെയറേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അത് 8 ആവാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. എളുപ്പമാണ്. ഒന്നുകിൽ നമ്മൾക്ക് എത്രയാണോ ഒരു ഷെയർ ലിമിറ്റ് അതിൻ്റെ ഉള്ളിലുള്ള വില വരുന്ന മൃഗത്തെ വാങ്ങുക. ഇനി അതിൽ കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ ഈ ഷെയർ തരുന്ന ആൾക്കാരോട് മുൻകൂട്ടി പറയുക, അങ്ങനെ ഇൻ കേസ് കൂടുതൽ വരികയാണെങ്കിൽ ആ തുക നിങ്ങൾ ഇതിലേക്ക് വെക്കണം എന്ന് പറയുക. അപ്പോൾ അവർ ആ തുക അതിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഷെയർ എന്നുള്ളത് അത് നമ്മൾ കൃത്യമായിരിക്കണം. ഒരു മൃഗത്തിൽ 7-ൽ കൂടുതൽ ഷെയർ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ 5000 രൂപ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ 35,000-ൻ്റെ മുകളിൽ മൃഗത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ എന്ത് കൂടും? ഒരു ഷെയർ വേറെ എവിടുന്നോ ആ പൈസ നമ്മൾ എടുത്താലല്ലേ അത് പൂർത്തിയാവുള്ളൂ. അല്ലെങ്കിൽ അവരോട് വാങ്ങണം. അവരോട് വാങ്ങുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വേറൊരാളുടെ വേറെ മൃഗത്തിലെ ഷെയർ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 8 ഷെയറാവും. അപ്പോൾ അത് വിലക്കപ്പെട്ട കാര്യത്തിലേക്ക് പോകും. നമ്മൾ ഓരോ കർമ്മത്തിനും പഠിപ്പിക്കപ്പെട്ട നിബന്ധനകളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഷെയർ ഇടുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടലി ഉള്ള പൈസക്ക് പോയിട്ട് 2 മൃഗത്തെ അങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ ഈ ഷെയർ ഓരോ മൃഗത്തിൽ എത്ര ഷെയർ വരുന്നു എന്നുള്ളത് ചിലപ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് വരാം. അത് നമ്മളെന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അവസാനത്തെ ചോദ്യം, അതായത് കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരൻ ചോദിച്ചു, ഈ മുടി എടുക്കാനും നഖം വെട്ടാനൊക്കെ പാടില്ല എന്ന നിയമം, അത് എന്തെങ്കിലും ഒരു കാരണം ഒരാൾക്കുണ്ടെങ്കിൽ, ചിലപ്പം അയാൾക്കുള്ള മുടിയുമായി ബന്ധപ്പെട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ അപ്പോയിൻമെൻറ്റ്
വന്നത് ഈ സമയത്താണ്. അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തെങ്കിലും അസുഖമോ കാരണം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുടി എടുക്കേണ്ട നിർബന്ധിത സാഹചര്യം അയാൾക്ക് വന്നാൽ, അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ആ കാരണങ്ങൾ കൊണ്ട് മുടിയെടുക്കാം. അത് ഹറാമ് എന്ന രൂപത്തിലാണോ വെറുക്കപ്പെട്ടത് എന്ന രൂപത്തിലാണോ, രണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല. എന്തേ ഹദീസിലുള്ളൂ? ഹദീസിലുള്ളത് നിങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ദുൽഹിജ്ജ മാസം പിറന്നാൽ നിങ്ങൾ നിങ്ങളുടെ മുടിയിൽ നിന്നോ നഖത്തിൽ നിന്നോ എടുക്കരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അപ്പം ആ നിയമം പരമാവധി പാലിക്കാൻ പറ്റുന്നിടത്തോളം പാലിക്കാൻ നമ്മളെന്താണ്? ബാധ്യസ്ഥരാണ്. പിന്നെ എന്തെങ്കിലും നമുക്കൊരു നിർബന്ധിത സാഹചര്യം വന്നാൽ അത് അതിൽ നിന്ന് ഒഴിവാകുന്ന ഒരു ഇളവാണ്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് സാരമില്ല, അത് നിസാരാണ്, കുഴപ്പമില്ല, അതിപ്പോൾ അത്ര ഒരു നിർബന്ധ രൂപത്തിലൊന്നും പറഞ്ഞതല്ല, ഇതൊന്നും നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂല് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വിശദീകരണം അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് വെറുക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ഇത് ഹറാം എന്നുള്ള അർത്ഥത്തിലാണ് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞത് നിങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ദുൽഹിജ്ജ മാസം പിറന്നു കഴിഞ്ഞാൽ ഇദാ ദഖല അശ്ഹുറു ദുൽഹിജ്ജ വഅറാദ അഹദുക്കും അൻ യുദ്ഹി ഫലാ യഅഖുദ് മിൻ ശഅരിഹി വലാ മിൻ അദാഫിരിഹി, അവൻ്റെ നഖത്തിൽ നിന്നോ ഷഅറിൽ നിന്നോ രോമത്തിൽ നിന്നോ എടുക്കരുത് എന്നാണ്. അപ്പോൾ ഒരു മുഅ്മിനായൊരു മനുഷ്യൻ എന്താ ചെയ്യുക? പരമാവധി അത് പാലിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഇനി നിവൃത്തിയില്ലാതെ അയാൾക്ക് പറഞ്ഞ പോലെ ഈ സമയത്ത് മാത്രം അയാൾക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നിർബന്ധിതമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ, അത് മറ്റൊരു വിഷയമാണ്. അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലുള്ള ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചില സന്ദർഭത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് വല്ലാത്ത പേനിൻ്റെ ശല്യം കൊണ്ട് അയാൾ ആകെ ബുദ്ധിമുട്ടി, ഇഹ്റാമിലിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് മുടിയെടുക്കാൻ, മൊത്തമായിട്ട് മുടിയെടുക്കാൻ എന്ത് ചെയ്തു? അനുവാദം കൊടുത്തു. എന്നിട്ട് ഇഹ്റാമിലിരിക്കെ മഹദൂറായ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്താൽ ചെയ്യേണ്ട ഒരു പ്രായശ്ചിത്തമുണ്ട്, അത് ചെയ്യാൻ അയാളോട് കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിച്ച വ്യക്തിക്ക് അത് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പ്രത്യേകമായ പ്രായശ്ചിത്തൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പരമാവധി ഒരാളത് പാലിക്കുക എന്നുള്ളതാണ്, അതാണ് സുന്നത്തിനോട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. വല്ലാഹു തആല അഅലം. ഇതാണ് ഈ അനവധി റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇദാ ദഖലൽ അശ്റു വഇൻദഹു ഉദ്ഹിയ്യ യുരീദു അൻ യുദ്ഹി ഫലാ യഅഖുദന്ന ശഅറൻ വലാ യഖ്ലിമന്ന ളഫ്റൻ. ദുൽഹിജ്ജ മാസം പിറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ തൻ്റെ മുടിയിൽ നിന്നോ നഖത്തിൽ നിന്നോ മുടിയെടുക്കുകയോ നഖം വെട്ടുകയോ ചെയ്യാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചതായ ഹദീസാണ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. വല്ലാഹു തആല അഅലം. ബാറക്കല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറൽ ജസാ.